ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങളെ എക്സാമിന്റെ ചൂടിലായിരിക്കും, എനിക്കറിയാം അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഞങ്ങൾ പഠിച്ചതൊക്കെ അവിടെ വരുമോ എന്നുള്ള ടെൻഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും. സോ എന്റെ മക്കളെ, നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് നമ്മൾ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അധികവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് പാരലലോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ പഠിച്ചതാണ് പാരലലോഗ്രാമിന്റെ പ്രത്യേകതകളൊക്കെ. അപ്പൊ അത് വെച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഈ ചോദിക്കുന്നത്. നോക്കിക്കേ നിങ്ങൾ, നമ്മളെ ചോദ്യം, ആദ്യത്തെ ചോദ്യം, ഈ ഒരു ഫിഗർ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക. ഫൈൻഡ് ഇറ്റ്സ് അതർ ആംഗിൾസ് എന്നാണ് ചോദിച്ചത്. മറ്റുള്ള ആംഗിളുകൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, പാരലലോഗ്രാമിന്റെ പ്രത്യേകത നമുക്കറിയായിരുന്നു. എന്തായിരുന്നുടാ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ഇല്ലേടാ. ഇത് ഓപ്പോസിറ്റ്, പിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് 6 വരുന്നത്. സോ ആ ആംഗിള് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇപ്പുറം എത്ര തന്നെ വരുവടാ? 50 ഡിഗ്രി തന്നെ വരും. എത്ര വരും? 50 ഡിഗ്രി കേട്ടോ. 50 ഡിഗ്രി ആയിരിക്കും ആ ഒരു ആംഗിൾ ഉണ്ടായിരിക്കുക. ഇനി വേറൊരു ആംഗിളിന്റെ പ്രത്യേകതയും കൂടെ നമ്മൾ പാരലലോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു അല്ലെ. അടുത്തടുത്തുള്ള ആംഗിൾസുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി, 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ഇത് 50 ആണെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ആംഗിൾ എത്ര വരൂടാ? 50നോട് എത്ര കൂട്ടിയാലാണ് 180 വരിക? 130 ഡിഗ്രി. സോ ഈ ഒരു ആംഗിള് 130 ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും എത്ര തന്നെ കിട്ടൂടാ? 130 ഡിഗ്രി. അപ്പൊ നമ്മൾ ആ ഒരു ഫിഗറിലുള്ള എല്ലാ ആംഗിളും എ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. കണ്ടോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, എന്താണ് പറയുന്നത്? തൊട്ടടുത്ത വശങ്ങൾ 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ, അവയ്ക്കിടയിലെ കോൺ 70 ഡിഗ്രിയുമുള്ള ഒരു സാമാന്തരികം വരയ്ക്കുക. സോ ഇത്തരത്തിൽ വരയ്ക്കാൻ ക്വസ്റ്റ്യൻസുകൾ വരികയാണല്ലേ. മാർക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിലൂടെ നമ്മൾ ഇങ്ങനെ മേടിച്ചെടുക്കുകയാണ്. സോ ശ്രദ്ധിക്കുക, അടുത്തടുത്തുള്ള സൈഡ്സുകൾ എത്രയായിരുന്നു? 6ഉം 5ഉം ആയിരുന്നു. സോ 6ഉം 5ഉം സൈഡ്സ് ഉള്ള അതിന്റെ ഇടയിലുള്ള ആംഗിൾ 70 ഡിഗ്രി വരുന്ന ഇതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പാരലലോഗ്രാം വരയ്ക്കണം. അപ്പൊ നമ്മൾ വരയ്ക്കുക അല്ലെ, 6ഉം 5ഉം ഒക്കെ വരയ്ക്കണം. ഞാൻ ആദ്യം തന്നെ സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്കെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിൽ എടുക്കുക. ആ സ്കെയിലിൽ നിങ്ങൾ എത്ര സെന്റിമീറ്റർ എടുക്കണം? 6 സെന്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈന് വരയ്ക്കുക കേട്ടോ. 6 സെന്റിമീറ്ററിൽ ഞാനൊരു ചെറിയ ലൈന് വരച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി എന്റെ മക്കള് ഇത് മാറ്റി വെക്കുക. നേരെ നിങ്ങൾ എടുക്കേണ്ടത് ഇനി ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്ര എടുക്കുന്നത്? നമ്മൾ പൊട്രാക്ടർ എടുക്കുന്നത് അല്ലെ. ആ പൊട്രാക്ടർ എടുത്തു. പൊട്രാക്ടർ ഇതേ സൈഡിൽ, ഞാനിത് ലൈനിന്റെ ഒരു സൈഡിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അവിടെ എനിക്ക് എടുക്കേണ്ടത് 70 ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ പൊട്രാക്ടർ കുറച്ചുകൂടെ വലുതാക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അവിടെ 70 ഡിഗ്രിയിൽ ഒരു ചെറിയ പോയിന്റ് വെച്ചു. കണ്ടോ? മേലെ ഒരു കുഞ്ഞി പോയിന്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? പൊട്രാക്ടർ മാറ്റി നിർത്തിയിട്ട് ഞാൻ അതൊന്ന് നീട്ടി വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ സ്കെയില് വെച്ചിട്ട് തന്നെ നീട്ടി വരയ്ക്കുക. ആ നീട്ടി വരയ്ക്കുന്ന ആ ഒരു ലൈനില് നിങ്ങൾ എന്തും കൂടെ ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ എത്ര സെന്റിമീറ്റർ വേണം? 5 സെന്റിമീറ്റർ എടുക്കണം. ഓക്കെ, അപ്പൊ 5 സെന്റിമീറ്ററിൽ എന്റെ കൂട്ടിൽ നീട്ടി വരച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ 5 സെന്റിമീറ്ററിലേക്ക് ഞാനൊരു ലൈന് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ നീട്ടി വരച്ചിട്ട് പിന്നീട് ലൈന് വെക്കുകയോ അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുകയോ ചെയ്യേണ്ട. എനിക്ക് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു പോയിന്റിലേക്ക് 5 സെന്റിമീറ്റർ നേരെ ഒരു വര വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ. പക്ഷെ ഇവിടെ കഴിഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കണ്ടോടാ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ നേരെ അപ്പുറത്തുള്ള ആംഗിൾ, നേരെ ഇവിടെയുള്ള ആംഗിൾ എത്ര വരണം? 70ന്റെ നേരെ അപ്പുറം എത്ര വരണം? യെസ്, 70ഉം ഏതോ ഒരു ആംഗിളും കൂടെ കൂട്ടിയാൽ അവിടെ 180 ഡിഗ്രി ആയിരിക്കണം. അത് ഏത് ആംഗിൾ ആണ്? 110 ആയിരിക്കും അല്ലേ, 110 ഡിഗ്രി. അപ്പൊ ആ 110 ഡിഗ്രിയിൽ ഞാനൊരു കുഞ്ഞി പോയിന്റ് അവിടെ വെച്ചു. ഓക്കെ ആണോ? എന്നിട്ട് അതിലേക്കും ഞാൻ എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് വരയ്ക്കുന്നുണ്ട്. അതും നിങ്ങൾ എത്ര തന്നെ എടുക്കുക? 5 സെന്റിമീറ്ററിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ലൈന് വരച്ചോളുക. ഓക്കെ ആണല്ലോ. അപ്പൊ 5 സെന്റിമീറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതിയടാ? സ്കെയില് വെച്ചിട്ട് തന്നെ എന്റെ കുട്ടികളെ മുകളിലുള്ള ആ ഒരു ലൈന് ജോയിൻ ചെയ്ത് കൊടുത്താൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് കൃത്യമായിട്ടുള്ള എന്താണ്? പാരലലോഗ്രാം ആണ് അല്ലെ. അത് മാത്രമല്ല, എഴുതി കൊടുക്കണം കേട്ടോ. നിങ്ങൾ എത്രയാണ്? 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ഉള്ള ഒരു പാരലലോഗ്രാം, അതിന്റെ ഇടയിലുള്ള ആംഗിൾ 70 ഡിഗ്രിയാണ്. കണ്ടോ? ഈ ഒരു രീതിയിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഓക്കെ ആണേ, എഴുതി കൊടുക്കണം, മറന്നു പോകരുതേ നിങ്ങൾ. ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 70 ഡിഗ്രിയാണ്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? മൊത്തം ഫുൾ മാർക്ക്, ആ ഒരു ചോദ്യത്തിന്റെ എല്ലാ മാർക്കും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററേ വളരെ സിമ്പിൾ ആണ്. ഒരു ചോദ്യം പോലും നിങ്ങൾ അതിൽ നിന്ന് മിസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പോയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓണപരീക്ഷ എഴുതി വരിക. എല്ലാ മക്കൾക്കും വേണ്ടി ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മളെ മാരത്തോണിലെ ഒരു മാരത്തോണും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളെ മാത്സിന്റെ മാരത്തോണും നിങ്ങൾ മിസ് ചെയ്യരുത്. നമുക്കിനി അവിടെ വെച്ച് കാണാം. ബൈ ബൈ.